ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ഷോപ്പൊക്കെ പോവാണ്. അങ്ങനെ ഷോപ്പ് സിറ്റിയിലെത്തി. അതിൻ്റെ ഉള്ളിലേക്ക് ആ കീക്ക് അടിക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി നല്ല രീതിയിൽ കീക്ക് അടിച്ചെന്നാണ് പറയുമല്ലോ. ഞാൻ ഒട്ടും പേടിച്ചില്ല. ഷോപ്പ് എത്തുമ്പോഴേക്കും നല്ല രീതിയിൽ വെച്ചിരുന്നു. അങ്ങനെ ഓടിപ്പോയത് ഫുഡ് കൗണ്ടറിലേക്കാണ്. അങ്ങനെ അവിടെ എത്തി കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ആ കീക്ക് അടിക്കുന്ന സാധനം കയ്യിൽ കിട്ടി. അതിനുശേഷം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരു ബിരിയാണി കടയിൽ കയറി. അവിടെ നിന്ന് കിഴി ബിരിയാണി എടുത്ത്. അതിനുശേഷം അവിടെ ബോബാട്ടി വിൽക്കണുണ്ട്. അപ്പോൾ അതും പോയി വാങ്ങിച്ച്. ഫസ്റ്റ് ട്രൈ ആണ്. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുമല്ലോ. അതെ, എനിക്കും ഇഷ്ടപ്പെട്ട്. ലാസ്റ്റ് ആ ബബിള് കിട്ടാണ്ടായപ്പോൾ സ്ട്രോ കൊണ്ട് കുത്തി കുടിക്കണ്. അതിനും വേണൊരു ബുദ്ധി. എന്തായാലും അതെൻ്റെ അനിയത്തിക്കുണ്ട്. അപ്പോഴേക്കും ഞങ്ങളുടെ ഓർഡർ ചെയ്ത ലോഡഡ് ഫ്രൈസും ബർഗറും വന്നു. പിന്നെ അതിങ്ങനെ ഷെയർ ഇട്ട് കഴിക്കലായി. ശരിക്കും ലോഡഡ് ഫ്രൈസ് എൻ്റെ അനിയത്തി ഓർഡർ ചെയ്താണെങ്കിലും ഓസിക്ക് ഞാനും അവൻ്റെ അടുത്ത് കഴിച്ച്. അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. അതിനുശേഷം എൻ്റെ ഉണ്ണി ബർഗർ ടേസ്റ്റ് ചെയ്ത്. എന്തോ ബർഗറിനെ തിന്നണതിൻ്റെ വേദന എൻ്റെ ഉണ്ണിൻ്റെ മുഖത്തേ വരുന്നത്. അതിനുശേഷം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കിഴി ബിരിയാണി വന്ന്. സത്യം പറയുമല്ലോ, വായ വെക്കാൻ കൊള്ളൂല. എന്നാലും 2 കോഴിമുട്ടൊക്കെ ഉണ്ട്. ഇനി ഞാൻ എൻ്റെ തീറ്റ മത്സരം തുടങ്ങി. ഞാനിപ്പോൾ ഈ കഴിക്കണ ബർഗർ ഡബിൾ ചീസ് ബർഗറാണ്. മറ്റേ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കഷ്ടപ്പെട്ട ബിരിയാണി ഇപ്പം ഇരുന്ന് കഴിക്കണം. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾക്കൊരു മാംഗോ സ്മൂത്തി പോലത്തെ ഒരു സംഭവം കൊണ്ടുവന്ന്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ അനിയത്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൾ വേറൊരു സാധനം വാങ്ങിച്ച അവക്കാഡോ സ്മൂത്തി, അതും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി. ഇല്ലാത്തത് ഭാഗ്യം. പിന്നെ ഞങ്ങൾ മൂമൂസോ പറഞ്ഞൊരു കടയിൽ കയറി. അവിടെ മൊത്തം ഒരു കവായി വൈബായിരുന്നു. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത ക്രൈസ് അങ്ങോട്ട് കയറി. ഞാൻ ഒക്കത്തിനും പിടിച്ച് ഞെക്കലും പുതക്കലൊക്കെ ആയിരുന്നു. ഇത് കാണാൻ നല്ല രസമില്ലേ. ഇങ്ങനത്തെ എൻ്റെ ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ അനിയത്തിന്. ഇതൊക്കെ കണ്ടപ്പോൾ എന്താ വട്ടായി തോന്നുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കണ്ട് അതിൽ തൊട്ടും തലോടിയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇടയിൽ ഈ കാറ് കണ്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ വാങ്ങാൻ ഒക്കൂല. അതിനുശേഷം ഞാൻ ഈ ഉറക്കം വരുമ്പോൾ എടുത്തിരുന്ന സാധനം എടുത്തിട്ട് പിന്നെ തിരിച്ചു വെക്കാൻ പറ്റണ്ടേ. ഒക്കെ കൂടി ഇങ്ങനെ തലേക്ക് വീഴന്നെ. ശരിയായിട്ട്. അതിനുശേഷം ഞാൻ അവിടെ ഒരു ക്യൂട്ട് പില്ലോ കണ്ട്. അടുത്ത് തന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത താത്ത വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പറയണത്. ആ 3G ലുക്ക് ഈ ഫേസിലുണ്ട്. അപ്പോൾ ഈ പൗച്ചിന് കാണിക്കുന്ന എത്രയാണ്? 399 രൂപ. ഞങ്ങളൊരു ബുക്ക് സ്റ്റോളിൽ കയറി. അവിടെ കയറിയപ്പോൾ എനിക്കൊരു K-ഡ്രാമ വൈബായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ബുക്കൊക്കെ എടുത്ത് നോക്കണ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കുറേ ഇങ്ങനെ കാറിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു സൺസ്ക്രീൻ വാങ്ങാണ്ടായിരുന്നു. ഞാൻ എന്നിട്ടത് വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറേ തേരാപ്പാര നടന്ന്. പിന്നെ ഒരു മുട്ടായി കട കണ്ട് അവിടെ നിന്ന് 2 സ്നിക്കേഴ്സും വാങ്ങി. പിന്നെ ഇറങ്ങുന്ന സമയത്താണ് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കാല് മുക്കണ പരിപാടിയുണ്ട്. പിന്നെ ഞങ്ങൾ ആ മാളിൻ്റെ ബേക്കിലത്തെ വ്യൂ ഒക്കെ കുറേ നേരം ആസ്വദിച്ച് കണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. See you later.